സ്ത്രീകളടക്കം നാട്ടുകാരാണ് വീടിന് കല്ലെറിഞ്ഞത്. താഴം സ്വദേശി അരുൺദാസിന്റെ വീടിന് നേരെയായിരുന്നു അക്രമം. പോലീസ് സാന്നിധ്യത്തിലായിരുന്നു എല്ലാം. കല്ലേറിൽ വീട്ടിലുണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റതായാണ് പരാതി. സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടാകുമെന്ന സൂചനകളെ തുടർന്ന് പോലീസ് 2 ദിവസമായി ഇവിടെ കാവലേർപ്പെടുത്തിയിരുന്നു. ക്ഷേത്രോത്സവത്തിന് 2 ലക്ഷം രൂപ സംഭാവന ആവശ്യപ്പെട്ടിട്ടും നൽകാത്തതാണ് അക്രമത്തിന് കാരണമെന്നാണ് ആരോപണം. പ്രതികൾ പ്രധാനമായും മിഥുനാർ നായർ, അപ്പുണ്യം നൽകിയ മിഥുനാർ നായർ, രാജേഷ്, പാർട്ടി ലോക്കൽ മെമ്പർ രാജേഷ്, മനു മോഹൻ, പിന്നെ അവരുടെ ഭാര്യമാർ മീനു രേഷ്മ, പിന്നെ ജീന, അതോടൊപ്പം തന്നെ രശ്മി, ഇത്രയും ആളുകളാണ് ഇതിനകത്തിൽ പ്രധാന പ്രതികൾ. പിന്നെ ഈ പറയുന്ന പോലെ കുറേ ചെറുപ്പക്കാർ പറയുമല്ലോ, ഉത്സവമൊക്കെ ആയിട്ട് മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന കുറേ ചെറുപ്പക്കാർ. വീടിന് പിന്നിലായുള്ള മണ്ണ് പാറ ഖനനത്തിലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. മണ്ണും പാറയും കടത്തിയ ഏതാനും വാഹനങ്ങൾ ഇതിനിടെ പോലീസ് പിടിച്ചു. ഇതോടെ പരാതി നൽകിയതായി സംശയിക്കുന്നവരും വീട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങളായി. ഇത് പരസ്പരമുള്ള വെല്ലുവിളികളിലേക്കും ഭീഷണികളിലേക്കും കാര്യങ്ങളെ എത്തിച്ചു അത്രേ. വീട്ടുകാർ ഒരു ഭാഗത്തും നാട്ടുകാരിലെ ഒരു വിഭാഗം മറുഭാഗത്തും എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ക്ഷേത്രോത്സവത്തിന് വൻതുക സംഭാവന ആവശ്യപ്പെട്ടുവെന്ന വീട്ടുകാരുടെ ആക്ഷേപം അനധികൃത പാറകടത്ത് മറച്ചുവെക്കാനുള്ള തന്ത്രമാണെന്നാണ് നാട്ടുകാരുടെ പക്ഷം. അർജുൻദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ സാധനം എന്തോ ചേച്ചി പറഞ്ഞ അരിവാൾ പോലൊരു സാധനമാണ് എടുത്തെറിഞ്ഞു കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ ഇതുവഴിയാ പോയെന്ന് പറഞ്ഞു. ചേച്ചി മാറിയില്ല, അതിന് കുഞ്ഞിൻ്റെ കഴുത്തെ കൊണ്ടേനെ. അങ്ങനായി കഴിഞ്ഞപ്പോഴാണ് ചേച്ചി വിളിച്ച്, ഞങ്ങളെല്ലാം കൂടി ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ചേച്ചി വിളിച്ച് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ നാട്ടുകാരുടെ പൊതുശല്യമായി വരാം, ഈ നാട്ടുകാരുടെ പൊതുശല്യം, അല്ലെങ്കിൽ നിങ്ങൾ ഈ മലയാളപ്പുഴ ഇവിടം തൊട്ട് താഴെ വരെ ഒന്ന് അന്വേഷിച്ചു നോക്കാം. പാറ പൊട്ടിക്കുന്ന വീട്ടുകാരും ഇതിനെതിരെ നിലപാടെടുത്ത നാട്ടുകാരും CPM പ്രവർത്തകരാണ്. ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ മുതിർന്ന CPM നേതാക്കളിൽ ചിലർ സ്ഥലത്തെത്തി ഇരുപക്ഷത്തു നിന്നുള്ളവരെയും കണ്ട് വിവരങ്ങൾ തേടി. അതേസമയം ഏറെ നാളായി തുടരുന്ന ഭിന്നതകളുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ആക്രമിക്കാൻ ശ്രമിച്ചതടക്കം വിഷയങ്ങളിൽ പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നും ഇന്ന് ലഭിച്ച പരാതികളിൽ വിശദമായ പരിശോധന തുടരുകയാണെന്നും പോലീസ് വിശദീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.